സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ട് ഒരു പുതിയ വിഭവം ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടത് പച്ച മാങ്ങയാണ്. എൻ്റെ കൈവശം നല്ലപോലെ മൂത്ത മാങ്ങയായതുകൊണ്ട് ഗ്രേറ്റ് ചെയ്താൽ ശരിയായ രീതിയിൽ കിട്ടില്ല. അതുകൊണ്ട് പഴുത്ത മാങ്ങയാണെന്ന് കരുതണ്ട. ഞാൻ എടുത്തത് പച്ച മാങ്ങ തന്നെയാണ്. വളരെയധികം മൂത്ത ഒരു മാങ്ങയാണ്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമല്ല. ഈ മാങ്ങ ഗ്രേറ്റ് ചെയ്തത് ഒരു പാനിലേക്കിട്ട് ഒരു കഷ്ണം ചക്കര കൂടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കിയെടുക്കാം. ചക്കരയും പഞ്ചസാരയും നല്ലപോലെ അലിഞ്ഞ ശേഷം ഇതിലേക്ക് ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്ത മാങ്ങയ്ക്ക് ചെറിയ പുളി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൈവശം പച്ച മാങ്ങയുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇത് ഏതാണ്ട് പുളിയിഞ്ചി പോലെയാണ്. ചക്കര ഇല്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇത് ദോശയ്ക്കും ബ്രെഡിനും കഴിക്കാൻ നല്ല സ്വാദാണ്. കയ്യിൽ പറ്റുന്ന പാകമായാൽ സ്റ്റൗ ഓഫ് ചെയ്യാം.
1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ അച്ചാറ് പോലെ തൊട്ടുകൂട്ടാം. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഈ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. രണ്ട് വിരൽ കൊണ്ട് പിടിച്ചു നോക്കിയാൽ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കുപ്പിയിൽ അടച്ചു വയ്ക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.